എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മീനച്ചാറാണ്. ഇവിടെ 1.5 കിലോ നെയ്മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മീൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇതിൽ വല്ലാതെ മസാല പുരട്ടി വെക്കേണ്ട ആവശ്യമില്ല, കാരണം പിന്നീട് നമ്മൾ മുളകൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ പുരട്ടി വെച്ചാൽ മതിയാകും. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ അതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം കുറച്ച് നല്ലെണ്ണയിൽ ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം. വറുത്ത് കോരുന്നത് സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ അച്ചാർ ഇടുന്നത് നല്ലെണ്ണയിലാണ്, അതുകൊണ്ടാണ് നല്ലെണ്ണയിൽ തന്നെ വറുത്ത് കോരുന്നത്. തീ ആദ്യം നല്ലപോലെ ഒന്ന് കൂട്ടി പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വറുത്ത് കോരേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വറുത്ത് കോരിയെടുത്താൽ മതിയാകും. മീനെല്ലാം വറുത്ത് കോരിയതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് ഒരു സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരി എടുക്കണം. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഇത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും മീനച്ചാർ ഇടാം. ഇങ്ങനെ ഇട്ടാലൊരു ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കുറേ നാളധികം സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. വറുത്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇനി ചുവട് കട്ടിയുള്ള ചൂടായ ഒരു പാത്രത്തിലേക്ക് 250 മില്ലി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം, നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടിയാൽ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഒരു 2 കപ്പോളം ഇട്ട് കൊടുക്കുക. ഇത് കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഒരു പിടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് വഴന്ന് പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക. കാന്താരി ഉണ്ടെങ്കിൽ ഒന്ന് ചതച്ചോ അല്ലെങ്കിൽ ഒന്ന് കീറിയിട്ടോ കുറച്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുഴുവൻ പച്ചമുളകിന് പകരം മുഴുവൻ കാന്താരി ആയാലും മതി. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരിയും 2 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേറെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചേർക്കാം. ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇത് വളരെ ചെറിയ തീയിലായിരിക്കണം വഴറ്റേണ്ടത്. ഇനി പെട്ടെന്ന് കരിഞ്ഞു പോവാ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം മുളക് ചേർത്താൽ മതി. മുളക് പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 2-3 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. അത് മണത്തിനനുസരിച്ച് ചേർത്താൽ മതിയാകും. ഒന്നുകൂടി വഴറ്റിയെടുക്കുക. 1 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർക്കാം. ഉലുവപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് ഉലുവ പൊട്ടിച്ചാലും മതി. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക. ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. വിനാഗിരി നല്ലപോലെ ആറിയതിന് ശേഷം മാത്രം മീനിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഇതാ മീനും മസാലയും വിനാഗിരി എല്ലാം കൂടി ചേർത്തതാണിത്. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം എയർ ടൈറ്റുള്ള നല്ലൊരു കുപ്പിയിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാം. അത് വളരെ കാലം സൂക്ഷിച്ച് വെക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ വിനാഗിരിക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒന്ന് ചൂടാക്കിയിട്ട് ആറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാം കൂടി മീന് ഈ മസാലയിൽ മുങ്ങിക്കിടക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ.